പ്രസ്ഥാനത്തിന് തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാതെ വഞ്ചിക്കാനും ചതിക്കാനും ഒറ്റുകൊടുക്കാനും നിൽക്കുന്നവർക്ക് ഒറ്റപ്പാലത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല. നിയുക്ത MLA കെ പ്രേംകുമാർ. പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാതെ പ്രസ്ഥാനത്തെ വഞ്ചിക്കാനും ചതിക്കാനും ഒറ്റുകൊടുക്കാനും കൂട്ടുനിൽക്കുന്നവർക്ക് ഒറ്റപ്പാലത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നിയുക്ത MLA കെ പ്രേംകുമാർ. ശ്രീകൃഷ്ണപുരത്ത് നടന്ന വിജയാഹ്ലാദ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റപ്പാലം മണ്ഡലത്തിൽ അഭിമാനകരമായിട്ടുള്ള വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ആകെയുള്ള ഒരു മുനിസിപ്പാലിറ്റിയും 7 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടെയുള്ള 8 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 6 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വലിയ ലീഡ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുണ്ടായി. ജനങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അർപ്പിച്ചിട്ടുള്ള വലിയ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ നമുക്കായി എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. ഒരു പ്രസ്ഥാനത്തെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും നിലയിൽ പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം വഞ്ചിക്കാനും ചതിക്കാനും ഒറ്റുകൊടുക്കാനും പരിശ്രമിക്കുന്നവർക്കൊന്നും ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ജനവിധിയാണ് നമ്മുടെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ന്യായത്തിൻ്റെ പക്ഷത്ത്, ശരിയുടെ പക്ഷത്ത്, നേരിൻ്റെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്ന പക്ഷമാണ് ഇടതുപക്ഷമെന്നും ആ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി സ്വീകരിച്ച ജനതയാണ് ഒറ്റപ്പാലത്തുള്ളതെന്നും ഏറ്റവും അഭിമാനവും സന്തോഷവും പകരുന്ന കാഴ്ചയാണ്. നാളെ രാവിലെ മുതൽ നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പ് ലോക്കൽ പ്രദേശത്തും നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒരു 10 മിനിറ്റ് ഈ നാട്ടിലെ ജനങ്ങളോട് നന്ദി പറയുന്നതിന് വേണ്ടി നിയുക്ത MLA എന്ന നിലയിൽ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ശ്രീകൃഷ്ണപുരം ഏരിയയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ എത്തുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണ കൊണ്ടും സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടുമാണ് ഈ വിജയമുണ്ടായിട്ടുള്ളത്. വിജയത്തിലൊട്ടും അഹങ്കരിക്കുന്നില്ല. നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനുള്ള കാരണം ജനങ്ങളുമായുള്ള ബന്ധമാണ് എന്ന് തീർച്ചയായും വിശ്വസിക്കുകയാണ്. ആ ബന്ധം ഒരു നിലയിലും തകരാതെ കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് പോകും എന്ന ഉറപ്പാണ് ഈ സന്ദർഭത്തിൽ നാടിന് നൽകാനുള്ളത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാനും അവരിലൊരാളായി അവരുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനും തുടർന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ വിജയാഹ്ലാദ റാലിയിലും അതുപോലെ തന്നെ ഈ പ്രകടനത്തിലും എല്ലാം പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ, അമ്മമാർ, സഹോദരിമാർ, നമ്മുടെ യുവാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം നൽകിയിട്ടുള്ള വലിയ പിന്തുണയ്ക്ക് ഏതാണ്ട് ഒരു മാസത്തിൽ താഴെ സമയം നടത്തിയിട്ടുള്ള വളരെ വളരെ ശ്രമകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ വലിയ പ്രവർത്തനത്തിനും നിങ്ങളുടെ അഭിമാനകരമായിട്ടുള്ള ഇടപെടലിനുമെല്ലാം ഒരിക്കൽ കൂടി ആവേശത്തോടു കൂടി സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കിയവരോടെല്ലാം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് തന്നെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിയുക്ത MLA എന്ന നിലയിലുള്ള നന്ദിയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരളത്തിലാകെ UDF തരംഗം ആഞ്ഞു വീശിയപ്പോഴും അതിൽ ആടിയുലയാതെ ഒറ്റപ്പാലം നിയോജക മണ്ഡലം അതിൻ്റെ പാരമ്പര്യം കാത്തു. വൻ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഒറ്റപ്പാലത്ത് നിന്ന് വിജയിച്ചത്. CPM നിന്ന് പുറത്താക്കപ്പെട്ട PK ശശിയായിരുന്നു UDF സ്വതന്ത്രനായി എതിർ സ്ഥാനാർത്ഥി. NDAയുടെ സ്ഥാനാർത്ഥിയായി മേജർ രവിയും രംഗത്തുണ്ടായിരുന്നു. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ, ലോക്കൽ സെക്രട്ടറി K ദേവി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P അരവിന്ദാക്ഷൻ, B രാജേഷ് എന്നിവർ നേതൃത്വം നൽകി.